നമസ്കാരം ഗൈസ്, വെൽക്കം ടു മാഡ് വൈബ്സ് നോ ചാനൽ. ധർമ്മജൻ്റെ കല്യാണം, അതായത് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, എൻ്റെ ഭാര്യ വിവാഹിതയാവുകയാണ്, ഞാനാണ് വരൻ. ഓക്കെ, ഇതിപ്പം ഒന്നാമത്തെ കാര്യം ഇത്ര വലിയ ന്യൂസാക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ആളൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടും ഇങ്ങനെ ഒരു പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേജിൽ എൻ്റെ ഭാര്യ വിവാഹിതയാവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പല ഓൺലൈൻ ചാനൽസും എല്ലാവരും ഇതിനെ ഭയങ്കര സംഭവമായിട്ട് ഏറ്റെടുത്തു. അദ്ദേഹം ഒരു കൊമേഡിയൻ ആയതുകൊണ്ട് തന്നെ അതിനെ ഭയങ്കര മനോഹരമായിട്ട് തന്നെ എഴുതി പിടിപ്പിക്കുകയും ചെയ്തു പോസ്റ്റ് ഇട്ട രീതിയിൽ. അപ്പം അവർ ഇത് ചെയ്യാനുള്ള കാരണം, ഇവർ കല്യാണം കഴിച്ചിട്ട് കുറച്ചായി, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം മക്കളുടെ മുന്നിൽ വെച്ച് കല്യാണം കഴിക്കുന്നു. അവരതിനകത്ത് പറയുന്നുണ്ട് ആദ്യമൊക്കെ വെപ്രാളം കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ഇപ്പോൾ വെപ്രാളം കാര്യങ്ങളൊന്നുമില്ല. ബിക്കോസ് ദേ നോ ഈച്ച് അതർ, ഇത്രയും കാലങ്ങളായി ജീവിതം തുടങ്ങിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ അവർക്ക് സന്തോഷിക്കാൻ വേണ്ട സംഭവങ്ങളാണ്, അവർ സന്തോഷിക്കുന്നതാണ്. ഇതുകൊണ്ട് മുല്ലപ്പെരിയാർ പൊട്ടുകയോ ആകാശത്തിൽ മറ്റേ ഉൽക്ക വീണിട്ട് ഭൂമിയിലുള്ള ആൾക്കാരൊക്കെ മരിച്ചു പോവുകയോ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവരുടെ പേജിൽ അവരുടെ ലൈഫിൽ ഒരു സന്തോഷം അവർ ഷെയർ ചെയ്യുന്നു. ഓക്കെ, ഇത് ഇപ്പോൾ ധർമ്മജൻ മാത്രമല്ല, പലരും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെഡിങ് ആനിവേഴ്സറിയിലൊക്കെ രണ്ടാമത് ഇങ്ങനെ ഇത് ചെയ്ത് കല്യാണം കഴിക്കുന്നവരൊക്കെ ഉണ്ട്. അത് അവരുടെ ഹാപ്പിനെസ്സാണ് തികച്ചും. ഇവിടെ വിഷയം എന്ന് വെച്ചാൽ കമൻറ്റോളികൾ അവിടെ വന്നിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ വിഷയം എന്താണ് എന്നുള്ളത്. അവരുടെ ജീവിതം, അവരുടെ കാര്യങ്ങൾ അവർ കാണിക്കുന്നു. ഇത് ഫേക്ക് അക്കൗണ്ടിൽ കൂടെ ആണെങ്കിലും ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് ആണെങ്കിലും വരുന്ന കുറച്ച് കമൻറ്റ്സ് ഇതിൽ ബോഡി ഷേമിങ്, ലൈക്ക് നല്ല ബോഡി ഷേമിങ് സംഭവിച്ചു. ഇയാൾക്ക് പ്രാന്താണോ, ഇയാൾക്ക് പ്രാന്തായതാണോ, കല്യാണം കഴിക്കുന്നത് പ്രാന്തുള്ളവരാണോ കല്യാണം കഴിക്കുന്നത്. അതേപോലെ തന്നെ ഇത് രണ്ടും പെണ്ണാണല്ലോ, ഇതിലേതാണെന്നുള്ള ചോദ്യം. വേറൊരു മഹാമന്ത്രി ചോദിച്ചിട്ടുണ്ട്, കളി കഴിഞ്ഞല്ലേ എന്ന്. ഈ പുത്രൻ്റെയൊക്കെ പിതാവിനോട്ടും മാതാവിനോട്ടും ഈ മാതിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കുമോ? എനിക്ക് അറിയാൻ പാടാത്തൊന്ന് ചോദിക്കുക. നിങ്ങളുടെ സംസ്കാരമാണ് നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഇപ്പോൾ PR അല്ലെങ്കിൽ കമൻസിൻ്റെ സെക്ഷൻ എൻ്റെയൊക്കെ കമൻറ്റ് ബോക്സിൽ കണ്ട കോപ്പി പേസ്റ്റ് പോലെയാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ സെയിം കമൻസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരു വീഡിയോ ഇട്ട് 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരു 200 കമൻറ്റ് വന്നിട്ടുണ്ടാകും. അത് ഈ ചോറി കമൻ്റ് ആയിരിക്കും. അത് വരുന്ന രീതി ഒന്ന് പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന ടീംസ്, ഒരു കമൻറ്റിന് ഇത്ര പൈസ എന്നുള്ള രീതിയിൽ ചെയ്യിപ്പിക്കുന്ന ടീംസ്. അതല്ലെങ്കിൽ ഗ്രൂപ്പ്സിലോട്ട് അയച്ചു കൊടുത്ത് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ നേരെ ഗ്രൂപ്പിലോട്ട് അയച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് കുറേ ഡാഷ് ആൾക്കാർ വന്നിട്ട് അറഞ്ചം പുറഞ്ചും കമൻ്റ് ഇടുന്നതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിനകത്ത് ആ ഒരു സീക്വൻസ് കണ്ടാൽ മനസ്സിലാവും ഒരേ സംഭവം തന്നെയായിരിക്കും ടാർഗറ്റ് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സൈബർ ബുള്ളിംഗ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ആർക്കും എന്തും പറയാമെന്നുള്ളൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർ അവരുടെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് മറ്റുള്ളവർക്ക് ഹാനികരമല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ അയാളുടെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ ചെയ്തു. എന്തെല്ലാം കമൻസാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പേജിലും ഒരുപാട് കമൻസും കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറേ കാലങ്ങളായി, ഞാനിപ്പോൾ 8-9 കൊല്ലമായി സോഷ്യൽ മീഡിയയിൽ. സോ നമുക്ക് ഇമാതിരി കമൻസും കാര്യങ്ങളൊന്നും വിഷയമല്ല. ഇതെങ്ങനെയാണ് കമൻസ് വരുന്നത്, ആരൊക്കെയാണ് കമൻറ്റ് ഇടുന്നത്, എങ്ങനത്തെ ടീമാണ് കമൻറ്റ് ഇടുന്നത്, ഏതൊക്കെ ഗ്രൂപ്പിലോട്ടാണ് സാധനങ്ങൾ പോകുന്നതെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊന്നും ഒരു ഫാക്ടറി അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം സൊസൈറ്റിയിലെ ഒരു കൂട്ടം ആൾക്കാരുടെ ചിന്താഗതിയും ക്യാരക്ടറുമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് പേഴ്സണലി അവരുടെ ഇഷ്ടമല്ലേ. ഇതിനകത്തിപ്പോൾ ഇത്രയും ഇതിലാണാണോ പെണ്ണാണോ, ഏതാണ് പ്രാന്താണോ, മൊത്തം കറുത്തിരിക്കുകയാണല്ലോ. എന്തിനാണ് ഇത്രയും ബോഡി ഷേമിങ് കാര്യങ്ങളും? ഇതൊക്കെ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള മുഖ്യ ഉത്തരവാദി കേരള പോലീസാണെന്ന് തന്നെ പറയും. കാരണം ഒരു ആക്ഷനും കറക്റ്റായിട്ട് എടുക്കാത്തതുകൊണ്ടാണ് ഇവർക്കൊക്കെ ഈ ഒരു ഫ്രീഡം വരുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ കേരള പോലീസ് കേസെടുക്കുക, അല്ലെങ്കിൽ വീട്ടിലോട്ട് കയറി കമൻറ്റ് ഇടുമ്പോൾ ആ കമൻറ്റ് ഇടുന്ന ആരാണോ അവരെ പോയി അവരുടെ വീട്ടിലിരുന്ന് അവരുടെ പാരൻസിൻ്റെ നടുക്ക് ഇരുന്ന് കണ്ട് സംസാരിച്ച് എന്താണോ എവിടെയാണോ തകരാറ് ആ തകരാറ് അങ്ങോട്ട് തീർക്കുക. ഒന്നില്ലെങ്കിൽ ജനങ്ങൾ ഇടപെടണം. ഇമാതിരി മറ്റുള്ളവരുടെ ലൈഫിലോട്ട് കയറി വന്ന അനാവശ്യ കമൻറ്റും കാര്യങ്ങളും ഒട്ടുമിക്ക ആൾക്കാർ ഇഗ്നോർ ചെയ്യും കേട്ടോ. കാരണം ഈ പറഞ്ഞ മാതിരി നമുക്കൊക്കെ ഇപ്പോൾ കമൻസ് വന്നു കഴിഞ്ഞാൽ ആ പേജ് കൂടുതൽ റീച്ച് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ കമൻറ്റ് ഇടുന്ന ആൾക്കാരുടെ ചിന്താഗതി, അവരുടെ വെളിവ് കേട്ടണം നമ്മൾ സഫർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. ചിലവർക്കൊക്കെ കമൻസ് ഇടുമ്പോൾ വിഷമം വരും, അയ്യോ ഇതെല്ലാവരും കാണുന്നില്ലേ, എന്നാൽ പിന്നെ ഞാനിനി നിർത്താം എന്ന് പറഞ്ഞ് പരിപാടി നിർത്തുന്നവരൊക്കെ ഉണ്ട്. ഇതേപോലെ ഈ എലിയെ പേടിച്ച് ഇല്ലം ചുടേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ധർമ്മജൻ്റെ ആ ഒരു ഇതിൽ ഏറ്റവും നോട്ടീസ് ചെയ്താണ് അവരവരുടെ സന്തോഷത്തിന് കാര്യങ്ങൾ ചെയ്തതിന്
ആൾക്കാർക്ക് എന്താണോ ഇത്ര നെഞ്ചുവേദന എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.